ആവശ്യപ്പെട്ടതുപോലെ ഞാൻ നമ്മളുടെ അംബ്രല്ല മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ കുറേ നാൾ മുന്നേ എന്നോട് ചോദിച്ചതാണെങ്കിലും എനിക്ക് വയ്യാഴികയും പിന്നെ എക്സാംസും ഒക്കെ കാരണം ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് ആ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചതല്ലേ, എനിക്കത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ പേപ്പർ എടുക്കണം. കറക്റ്റ് സ്ക്വയർ ആയിരിക്കണേ. അതിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ നീളവും വീതിയും അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഒരു A4 ഷീറ്റ് ആയിരുന്നു. അതിന് ഞാൻ 10 സെൻറ്റിമീറ്റർ നീളവും വീതിയും അടയാളപ്പെടുത്തിയെടുത്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു. രണ്ടാമത് ഇതുപോലെ വീണ്ടും ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ മൂന്നാമതായിട്ട് കൂടി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ 3 ഫോൾഡിങ്സ് ആണ് ഇതിന് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഈ ടോപ്പിൽ ഈ ഒരു കോർണർ വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ എടുത്തു വയ്ക്കണം. അതിനുശേഷം മുകളിലത്തെ ആ കോർണറിൽ നിന്നും താഴത്തെ ഏകദേശം ഒരു പകുതി ഭാഗം കഴിഞ്ഞിട്ടൊരു പതുക്കെ ഒരു കേർവ് ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പ് വരും. ഇതിനെ നമുക്ക് ഇനി വിടർത്താം. അപ്പം നമ്മളുടെ അംബ്രല്ലയുടെ ഏകദേശം രൂപം സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഇനി ഇവനെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് അംബ്രല്ലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി വരുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഓരോ പാർട്സ് നമുക്ക് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടീഷൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേന വെച്ചിട്ട് ഇങ്ങനെ സ്കെയിലും വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടോ കളർ പെൻസിൽസ് ഉപയോഗിച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഷ് പെന്നാണ് കേട്ടോ. ബ്രഷ് പെൻ ആകുമ്പോഴേക്കും ടപ്പ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ് കിട്ടും. അപ്പം ഞാൻ അതുപോലെ ഉപയോഗിച്ചിട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ കളേഴ്സും ഒക്കെ വെച്ച് വരച്ച് വൃത്തികേടാക്കും എന്ന് പറഞ്ഞാൽ അമ്മ വഴക്ക് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രയോൺസ് യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പോഴേക്കും സിമ്പിൾ പരിപാടിയാണ്. പിന്നെ നമുക്കിതിൻ്റെ സ്റ്റിക്കായിട്ട് വേണ്ടത് ഒരു ഇയർ ബഡാണ് കേട്ടോ. അപ്പോൾ ഇയർ ബഡ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഇനി ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പശ ഉപയോഗിക്കാം. ഗ്ലൂ ഗൺ ആണെങ്കിൽ കുറച്ചുകൂടി സെറ്റായിരിക്കും, പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. എൻ്റെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിതാണ് ഉപയോഗിച്ചത്. ഇത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് കാരണം ഇനി നമ്മളുടെ ഇത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു അംബ്രല്ല നമുക്ക് കിട്ടി. എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്. ഞാനപ്പോൾ ഇതിന് മുന്നേ ഒരു ചെറിയൊരു അംബ്രല്ല കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബൈ.